പരിപാടികളൊക്കെ ആയ കാരണം മൊത്തം ആ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ ഉം, ഉം, ഉം. അപ്പോ നേരത്തെ വിടും ആൾക്കാര്. റോഡൊക്കെ ബ്ലോക്ക് ആയാലും വെച്ചിട്ട് എല്ലാവരും നേരത്തെ പോവുകയാണ്. അപ്പൊ അങ്ങനെ ഉം, 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 നേരത്തെ ഇറങ്ങി. ഉം, ഉം, പക്ഷെ ഞാൻ വന്നിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങിയത്. അപ്പൊ ഒരുമാതിരി മത്ത് പിടിച്ച പോലെ അങ്ങനത്തെ ഉം, ഉറക്കം ഉം. ഉറങ്ങി. ശരി ശരി ശരി. ലീവല്ലേ, നാളെ ലീവല്ലേ? ഞാൻ പോയി വന്നാല് ആ ആ. നാളെ ലീവാണ്. ശരി ശരി. വർക്കിന്റെ ഒരു ഇത് കഴിഞ്ഞ് വന്നാൽ കുറച്ചു നേരം ഒരു ഉറങ്ങണം എന്നുള്ള, വെറുതെ ഇരുന്നാലും അങ്ങനെ ഉറങ്ങിപ്പോവും ചിലപ്പോ ഒരു പത്ത് ടയേർഡ് ഇരുപത് ഉണ്ട്. മിനിറ്റ്. ആ ആ ഒരു ക്ഷീണം പിടിക്കുന്നുണ്ട് ചില ആ നേരത്ത്. ആ. അതൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും മാറണം മാറണം എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ എടുത്തണം. ശരി ശരി. ഇപ്പൊ വർക്കിംഗ് എനിക്ക് ഹവർ എത്ര? ജിമ്മിൽ പോകണമെന്നുണ്ട്. പക്ഷെ എന്റെ വർക്കിംഗ് ഹവർ ഞാൻ പറഞ്ഞില്ല, കാലത്ത് 8 തൊട്ടിട്ട് വൈകിട്ട് ഒരു 6-6:30 വരെ ഉണ്ടാവും. 10 മണിക്കൂർ ഉണ്ട് അല്ലേ? എന്റെ ഇടയിൽ 1 മണിക്കൂർ ബ്രേക്ക് ഉണ്ട്. പക്ഷെ എനിക്ക് ആ ടൈമും ചില നേരത്ത് ബിസി ആവും. ആ ആ എനിക്ക് ആ ടൈം ഇത്തിരി റഷുള്ള ടൈമാണ്. ആ ആ ആ അപ്പൊ ആ. അതിന്റെ ഇടയിൽ എങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കും. പിന്നെയും വർക്കും കോളും ഇതൊക്കെ ആയിട്ട് ആ. ഇങ്ങനെ ഇരിക്കും. ശരി ശരി. പ്രഷർ ഇത്തിരി കൂടുതലാണ്. ആ ആ ആ ആ. അതിന്റെ ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ അത് ശരി. വിടാനും പറ്റില്ല. ഉം, ഉം. അങ്ങനത്തെ ഒരു അതാണ്. ഇതിലിങ്ങനെ ഉം, ഉം. പോവാ. അപ്പൊ പിന്നെ ഓഫീസിൽ എവിടെയൊന്നും ഇരുന്നിട്ടുള്ള സ്റ്റേബിൾ വർക്കല്ലേ? ആയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഞാന് ഇരിക്കലുണ്ട്, മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. ചിലപ്പോ പുറത്ത് പോകും, ചിലപ്പോ ഉം. ഫാക്ടറിയിലൊന്ന് പോകേണ്ടി വരും. ആ ആ ആ. പിന്നെ ചിലപ്പോ സാധനങ്ങളൊക്കെ എടുക്കാൻ പോകേണ്ടി വരും. ശരി ശരി. എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യാനും ഇതൊക്കെ ആയിട്ടുണ്ടാവും. ആ ആക്റ്റീവായിട്ട് നിൽക്കണം എന്നാലും. പക്ഷെ എനിക്ക് എന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാനിങ്ങനെ കുറച്ച് ഡള്ളാണ്. ഒന്ന് സെറ്റ് ആക്കണം മൊത്തത്തില്. ആ ആ ആ. അതാണ് ഞാൻ പിന്നെയും കയറി ഇതിലോട്ട് വന്നത്. ശരി ശരി ശരി. ഇപ്പൊ കമ്പനി മാറിയിരിക്കണല്ലേ? പിന്നെ കമ്പനി മാറി. സത്യം പറഞ്ഞാൽ ഞാൻ 2 കൊല്ലത്തിന്റെ ഉള്ളിൽ 4 കമ്പനി മാറി. ആ ആ ആ ആ ആ. തന്നെയാണ്. അപ്പൊ അതിനനുസരിച്ച് സ്ഥലങ്ങളും മാറുന്നുണ്ട്. താമസം ഭക്ഷണമൊക്കെ തോന്നിയ പോലെ ആവും. ആ. അപ്പൊ ഇപ്പൊ ഇങ്ങനെ കുറച്ച് 6 മാസമായിട്ട് ഇപ്പൊ സ്റ്റേബിൾ ആയി വരുന്നുണ്ട്. ഉം, 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 ഉം. അടുത്ത കൊല്ലം ഒരു 2 കൊല്ലമെങ്കിലും ഇവിടെ പോകണം എന്നുള്ളതിലാണ് പിടിച്ചു നിൽക്കുന്നത്. നിൽക്കണം. വർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പൊ ആ. അതിന്റെ ഒക്കെ ഒരു ഇത് ഇങ്ങനെ ശരി, ശരി. കാര്യം കൂടെ ഉണ്ട്. ഉം, ഉം, ഉം. അപ്പൊ അങ്ങനെ വരുമ്പോ ഉച്ച നേരത്തൊക്കെ ചില ദിവസം ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരുമാതിരി ഒരു 10-15 മിനിറ്റ് ഒന്നും ഉറങ്ങാൻ കിട്ടിയ കുഴപ്പമില്ല. പക്ഷെ ഒരു ചെറിയൊരു പിന്നെ മയക്കം. ഉച്ച നേരത്ത് ഇരിക്കുമ്പോ വല്ലാത്തൊരു ഇത് വരും. ആ. കാര്യമായിട്ടൊന്നും ഇൻവോൾവ് അല്ല എന്നുള്ള ചിലപ്പോൾ ഞാൻ ഇരുന്ന് ഉറങ്ങിപ്പോ. ശരി ശരി ശരി. ആ ആ. വർക്ക് അത് ഉണ്ടായിരിക്കെ വല്ലാത്തൊരു തന്നെ. പ്രശ്നം. വർക്ക് ഉണ്ടായിരിക്കെ തന്നെ. അല്ല, കാര്യമായിട്ടൊന്നും ഇൻവോൾവ് അല്ല എന്നുണ്ടെങ്കിൽ ആ ആ ചിലപ്പോ ആ എനിക്ക് ഡോക്യുമെന്റേഷൻ പരിപാടികൾ ഉണ്ടാവും കുറെ. ആ അപ്പൊ ആ. അത് വെച്ചിരുന്നാലും ഉച്ചക്കലത്തെ നേരം ഒരു മയക്കണ്ടല്ലോ ഉം, 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 ഉം. ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ. അതിന്റെ ശരി ഒരു ശരി. ചെറിയ ആ ഇതുണ്ട്. ആ. പിന്നെ കാര്യമായിട്ട് എന്തെങ്കിലും ഇൻവോൾവ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതായിട്ടാണ്ട് പോകും. ശരി ശരി ശരി. പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള ഒരു ഉം. ഞാന് ഫോട്ടോ ഫുഡ് കഴിക്കാൻ നേരത്തൊക്കെ ചിലപ്പോ ഫോട്ടോ എടുത്ത് അയക്കാനൊക്കെ മറക്കും. പിന്നെ അത് ശ്രദ്ധിക്കില്ല. ആ കാര്യം ഞാൻ ഒരുവിധം കുഴപ്പമില്ലാണ്ട് ഷെഡ്യൂൾ ചെയ്ത് ആ വന്നതാണ്. ആ. കാരണം മോർണിംഗ് ഷേക്ക് എടുക്കും. ഉം. കാലത്ത് എണീക്കുമ്പോ തന്നെ ഞാനൊരു ഫ്രഷ് എടുത്തിട്ടാണ് ഞാൻ തുടങ്ങുക. ആ ആ ആ. ചിലപ്പോ റൂമിൽ നിന്ന് കഴിച്ചിട്ട് കാലത്ത് എണീറ്റ പാടെ കഴിക്കാൻ നോക്കുക. അല്ലെങ്കിൽ 8 മണിക്ക് അവിടെ എത്തിയിട്ട് ആ. എടുക്കും. ഓഫീസിലേക്ക് കൊണ്ടുപോകും. പിന്നെ ഒരു ഞാൻ എന്റെ ബാഗിലിട്ട് കൊണ്ടുപോകും. ആ. അവിടെ ചൂടുവെള്ളം കിട്ടും ചെയ്യും അല്ലേ? റൂമിൽ അവിടെ എല്ലാം ഉണ്ട്. അപ്പൊ ആ. അതുകൊണ്ട് ഞാൻ വർക്കിന്റെ ഇടയിൽ അങ്ങനെ മെല്ലെ എടുത്ത് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. നല്ല അപ്പൊ കാര്യം. ആ കാലത്ത് ഒരു 8 മണിക്ക് മുന്നേ എന്തായാലും ഒരു ഫ്രഷ് എടുക്കും. ആ ആ ആ. പിന്നെ മെല്ലെ ഒരു 9-10 ആകുമ്പോഴേക്കും ജ്യൂസ് മെല്ലെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഏഷയ്ക്ക് എടുക്കാറ്. ഒറ്റയടിക്ക് ഇതാക്കില്ല. എടുക്കില്ല. ആ ആ. അപ്പൊ വർക്കിന്റെ ഇടയിൽ കൂടെ അങ്ങനെ പൊക്കോളും. അതെ. പിന്നെ അവിടുത്തെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ 12 ടു 1 ഉച്ചക്കലത്തെ ബ്രേക്ക്. ആ ആ ആ. അപ്പോ 12 മണിക്ക് എനിക്ക് ഈ മെസ്സിന്റെ ഫുഡ് വരും. ശരി ശരി. ഞാൻ ആ സാധാ ഫുഡൊക്കെ ഒഴിവാക്കി, ചോറും അതും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോ ചപ്പാത്തിയും വെജ് കറി എന്തെങ്കിലും മാത്രമാക്കി. 3 ആ ചപ്പാത്തി വെജ് കറി എന്തെങ്കിലും വരും. മുന്നേ മീൻ വറുത്തുണ്ടായിരുന്നു, അതൊക്കെ മാറ്റി. ഫ്രൈഡേ കഴിഞ്ഞ വെള്ളിയാഴ്ച ബിരിയാണി ആയിരുന്നു. ആ അത് ആ. മാത്രമാണ് ഇപ്പൊ അതിന്റെ ഇടയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത്. ശരി ശരി. ആ. ഫ്രൈഡേ പിന്നെ എല്ലാവരും ബിരിയാണി ആണല്ലോ. അതെ ബിരിയാണിന്റെ അതെ റോളാണ് ഇവിടെ. അതെ 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 അതെ. ഞാൻ അതും മാറ്റി എന്നിട്ട് ഇപ്പൊ ചപ്പാത്തി ആയി. ആ ആ ആ. പിന്നെ മീൻ വറുത്തത് ഇതൊക്കെ അല്ലെങ്കിൽ വെജ് എന്തെങ്കിലും ഒരു കറി ഉണ്ടാവും. ഉം. അതാണ് എന്റെ ഉച്ചക്കലത്തെ ഭക്ഷണം. ശരി ശരി. 16. ഉം. പിന്നെ അങ്ങനെ വരുമ്പോ പിന്നെ വൈകിട്ടത്തേക്ക് ഉം, ഇതിന്റെ ഉം. ഇടയിൽ ഒരു ഫ്രഷ് ഉണ്ട്. പിന്നെ ചിലപ്പോ വല്ലാണ്ട് ഇതാകുമ്പോ ഞാൻ എന്തെങ്കിലും ബിസ്ക്കറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും എടുക്കും. ഉം, 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 ഉം.
ബിസ്ക്കറ്റാണ് ഞാൻ കഴിച്ചിട്ടുണ്ടാവും അതിന്റെ ഇടയിൽ കൂടെ. ഉം, 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 പിന്നെ വൈകിട്ടത്തെ ഉം, ഉം. വൈകിട്ടത്തെ ഒന്നും കിട്ടാണ്ട് വരുമ്പോ വല്ലാണ്ട് ബുദ്ധിമുട്ടായി. ഈ പറഞ്ഞ പോലെ ഒരു ക്ഷീണം എന്തൊക്കെ കൂടിയാകുമ്പളേ. വരുന്നുണ്ട്. ആ ആ ശരി ശരി ശരി. അപ്പം ഇടയ്ക്ക് ഞങ്ങൾ ഇതേപോലെ ഫ്രൈസും മയോണൈസും ഒക്കെ ഒഴിവാക്കിയിട്ട് ഷവർമ്മ പിടിച്ചു നോക്കി. എന്റെ ആ റൂമിലൊരു പയ്യുണ്ട്, അവൻ ജിമ്മിന് പോക്ക് തുടങ്ങിയിട്ട് ആ രണ്ടു ആ ദിവസമായിട്ട്. ആ അപ്പൊ ആ അവൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ മെസ്സ് ഫുഡ് നിർത്തിയിട്ട് ആ ആ സാലഡ് ഐറ്റംസും ചിലപ്പോ ഷവർമ്മ ചിക്കൻ മാത്രമായിട്ട് മേടിക്കും. എന്നിട്ട് ഞങ്ങൾ കുറച്ച് സാലഡൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ചെയ്യും. ശരി. ആ ആ അപ്പോ അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ ഇടയ്ക്കൊന്ന് ഇതായിട്ടുണ്ട്. ഷവർമ്മ നോക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കോഴിമുട്ട ചെയ്യാൻ തുടങ്ങി. ആ മുട്ട ആ ബോയിൽ ചെയ്തിട്ടും. ആ ആ അപ്പൊ ചിലപ്പോ രണ്ടോ മൂന്നോ മുട്ട സ്ഥിരമായിട്ട് പോയിട്ടുണ്ട്. ഉം, ഉം, ഉം. അതെന്തേലും കുഴപ്പമുണ്ടോ? കോഴിമുട്ട കഴിക്കുന്നതിന് എന്തെങ്കിലും നല്ലതാ? ആ, നിലവിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ വർക്കൗട്ട് മീൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിപ്പോ കഴിച്ചതിൽ കൂടുതൽ വന്നിട്ട് ആ പൈസ ഈ കൂടുതൽ. പറഞ്ഞില്ല, ഞാൻ പോയി വന്ന ഒരു ടയേർഡ് ഇതാണ്. പക്ഷെ വൈകിട്ട് ഞാൻ ഇത് കഴിയുന്നത് ഇങ്ങനത്തെ ആ കുറച്ച് സാലഡ് ഐറ്റംസ്, കടല അല്ലെങ്കിൽ എന്തെങ്കിലും ഇതാക്കിയിട്ട് അതിന്റെ കൂടെ ഒരു രണ്ടോ മുട്ടയൊക്കെ ആയിട്ട് കഴിക്കും. ആ ആണ് കഴിച്ചത്. ഓക്കെ. ബോയിൽഡ് അല്ലേ കഴിക്കണത്? അതാണ് ഇപ്പൊ എന്റെ ബോയിൽഡ് തന്നെ, ബോയിൽഡ്. ഓക്കെ. ഇപ്പൊ എത്ര കലോറിയാണ് വരുന്നത് ഡെയിലി? ഞാൻ പറഞ്ഞ പോലെ അതിന് ടൈം ചെലവാക്കിയിട്ടില്ല. കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതാണ് ആ പറ്റിയത്. അതാണ് ഫസ്റ്റ് പറഞ്ഞ പോലെ കിട്ടേണ്ടത്. കഴിയുന്നത് ഞാനിങ്ങനെ കുറച്ച് കൊണ്ടുവരുന്ന ആ ഒരു ഉം. ഇതിലോട്ട് നിന്നിട്ട് ഇതാണ് ഇപ്പൊ എന്റെ ഷെഡ്യൂൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിലിപ്പോ കുറക്കുന്നുണ്ടാവും ഒരു ഒന്നോ രണ്ടോ ദിവസം. അമൽ ബ്രോ, നമ്മൾ കുറക്കുന്നുണ്ടാവും. നമ്മളെ മനസ്സ് പ്രകാരം, നമ്മളെ ഉം, സംതൃപ്തി പ്രകാരം നമ്മൾ കുറച്ചു എന്ന് നമ്മൾ കരുതുന്നുണ്ടാവും. ബട്ട് കലോറി കൗണ്ട് ഉം, വളരെ വലിയ പ്രധാനമാണ്. എത്ര ഉം, കലോറി ഉം, നമ്മൾ ഉം, ഇൻടേക്ക് ചെയ്തു എന്നുള്ളത് നമുക്ക് ഡെയിലി ഉം, മെഷർ ചെയ്യാൻ പറ്റണം. എങ്കിലാണ് വെയിറ്റ് ലോസ് ഉം, ഉം, എന്നുള്ള ആ ഫോക്കസ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നടക്കുള്ളൂ. ഒരു ഹെൽത്ത് ഇമ്പ്രൂവ്മെന്റ് ഉം, ഉം, ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുണ്ടെങ്കിൽ ഓക്കെ. അതേസമയം നിങ്ങൾ ഇപ്പോൾ ഉദാഹരണം 16 ദിവസമായി ഇപ്പൊ അടുത്ത് നമ്മൾ തുടങ്ങിയിട്ട്. നാട്ടിൽ വന്ന് 16-ാം തീയതിയാണ് ആ, അല്ലേ? ആ, 16. ഇപ്പൊ ഇല്ല, വന്നിട്ട് ലാസ്റ്റ് വീക്കിലല്ലേ നമ്മൾ ഇതാക്കിയിട്ടുണ്ടാവുക. ഒരു വൺ അല്ലേ? വീക്ക് കറക്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ. ഞാൻ അതെ. ആ സാധനം വന്നിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. തുടങ്ങിയത്. ആ ഓക്കെ. എന്നാലും ഒരു 2 ആഴ്ച, 1 വീക്ക്, ഒരു 10 ദിവസം പിടിച്ചോളി. ഉം. ഓക്കെ. ആ, 10 ദിവസം ആ കൂട്ടാം. 10 ദിവസത്തിൽ ഇപ്പോൾ 1 കിലോനാണ് ഇപ്പോൾ കുറഞ്ഞിട്ടുള്ളത്. ഉം, വെയിറ്റിനോട് വിഷയം, വെയിറ്റ് നിങ്ങൾ കുറഞ്ഞിട്ട് ഉണ്ടോ ഇല്ല എന്നുള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് അറിയേണ്ടത് നിങ്ങൾക്ക് ബോഡിയിൽ എന്തെങ്കിലും കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെ കാര്യമായിട്ടൊരു ചേച്ചി എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല. അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഉം, രണ്ടാമത്തെ ഒരു കാര്യമാണ് നമ്മളെ കലോറിനെ ഉം, നമ്മൾ നല്ല രീതിയിൽ ട്രാക്ക് ചെയ്യണം. അതിൽ ഉം, ഫാറ്റ് കയറരുത്. മാത്രമല്ല കാർബോഹൈഡ്രേറ്റ് കുറക്കും വേണം. ഉം, ഉം. ഓൾറെഡി കാർബോഹൈഡ്രേറ്റ് ആണ് ഓക്കെ. ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ആവുന്നത്. അതാണ് ഉറക്കവും ക്ഷീണമൊക്കെ ഉം, തോന്നാൻ കാരണം. അതിനെ മാറ്റിയിട്ട് ഉം, ഉം, നിങ്ങൾ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ ഇൻടേക്ക് ചെയ്യുകയും അതിനോട് കൂടെ ഉം, ഫ്രഷ് നിങ്ങൾ ഒരു 2 എണ്ണം ഉം, കൂടി അധികമായിട്ട് കൂട്ടണം. ഒരു 4 എണ്ണം 5 എണ്ണം ഡെയിലി ഇൻടേക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ഉം, കൊണ്ടുവരണം. എന്നാൽ ആ ഉം, ഉം, എനർജി ലെവൽ നിങ്ങൾക്ക് കൂടാൻ കുറച്ചുകൂടി സഹായിക്കും. പിന്നെ പ്രോപ്പറായിട്ട് നിങ്ങൾ 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ ഉറങ്ങുന്നുണ്ട് ഉം, എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അതാണ് അടുത്ത ശ്രദ്ധിക്കേണ്ടത്. ഉം. ആ, വൈകുന്നേരം ചിലപ്പം ഈ പറഞ്ഞ പോലെ വന്നാൽ ചിലപ്പോ ഒരു ആ, കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കും. ആ അതിലൊന്ന് ഉറങ്ങിപ്പോയ ഒരു ഇതുണ്ട്. പിന്നെ ആ കുറച്ചു നേരം ഫോണും മതിൽ പിടിച്ചിരിക്കും. ആ ആ ഇടയ്ക്കൊന്ന് നടക്കാൻ ഇറങ്ങും. ശരി ശരി. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറി നിൽക്കും. നല്ല ചെറിയൊരു നടത്തം പരിപാടിയൊക്കെ ഉണ്ടാവാറുണ്ട്. ഉണ്ട്. ആ ആ ബാക്കി ഇങ്ങനെ പോവാറുണ്ട്. ആ പിന്നെ ഇപ്പൊ ഈ ഇടയായിട്ടൊന്ന് തണവ് കൂടിയപ്പോ അത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവില്ല. ശരി ശരി. ആ അതുകൊണ്ട് ഇപ്പൊ നല്ല തണവായിട്ടുണ്ടായിരുന്നു അവിടെ. അതെ അതെ. ആ 17 ഡിഗ്രി 18 ഡിഗ്രി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ അതിന്റെ കയറിയിട്ടുണ്ട്. ആ ആ ആ ആ എനിക്ക് ഈ വൈകുന്നേരത്തെ ഇത് ഭയങ്കരമാണ്. എനിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ കിട്ടിയാലേ എന്തെങ്കിലും ഒന്ന് ആവുള്ളൂ എന്നുള്ളത് ഇതാണ്. അതെ. പിന്നെ വൈകുന്നേരത്തല്ലേ? ഞാനാണെങ്കിൽ ലഞ്ച് നേരത്തെ എടുക്കുന്നുണ്ട്. എന്റെ ടൈമിങ് അവിടുത്തെ ടൈമിംഗ് വെച്ചിട്ട് 12 to 1 ബ്രേക്ക്. ആ അപ്പൊ ആ ആ അതിന്റെ ആ ഉള്ളിൽ കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ലേറ്റ് ആവുകയും. ശരി ശരി ശരി. ആ ആ പിന്നെ വൈകുന്നേരം വരെ ഒന്നും കിട്ടാണ്ടാവുമ്പോ ആണ്. ആ ആ ആ അതിന്റെ ഒരു ഇതുണ്ട്.
എന്തേലും ഒന്ന് കഴിക്കണം എന്നുള്ളൊരു അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അത് നോക്കട്ടെ. നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് എന്താ അതെന്തേലും, കഴിക്കാൻ പറ്റിയ ആ അപ്പൊ സമയത്ത്? പിന്നെ അങ്ങനെ എഗ്ഗ് കഴിച്ചൂടെ? എന്തേലും എടുക്കുമ്പോ എഗ്ഗ് ഞാൻ റൂമിൽ വന്നിട്ടാ ആ ചെയ്യാറ്. അതെ, ആ അതെ, പിന്നെ എഗ്ഗും സാലഡൊക്കെ കൂടിയിട്ടാണ് ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആ ആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി ശരി. അങ്ങനെ. പിന്നെ പിന്നെ ഒന്നും കൂടി പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, ഇപ്പൊ വർക്കൗട്ട് എന്തെങ്കിലും ചെയ്യണ്ട, ജിമ്മിൽ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. പോണമെന്നുണ്ട്, പക്ഷെ ഞാനിപ്പോ അതും കൂടെ ആയാൽ ഞാൻ കൂടുതൽ ടയർഡ് ഓക്കെ, ആവുന്നുള്ളവരൊക്കെ. എന്നാൽ റൂമിൽ കാരണം നിന്ന് ഒരു എനിക്ക് അരമണിക്കൂർ ആ ചെയ്യാൻ കഴിയും. പോക്ക്, ഞാൻ നടക്കാറിങ്ങനെ വെച്ചിട്ടാണ്. ആ കാരണം ആ എനിക്ക് ആ ടൈം ചിലപ്പോ ഫോൺ ചെയ്യലും നടക്കലൊക്കെ കൂടിയിട്ട് ഞാൻ അങ്ങനെ ആദ്യം കൂടെ ഇറങ്ങും. വെറുതെ ഫ്രണ്ട്സുകളൊക്കെ ഇരുന്ന് ഫോൺ ആരെങ്കിലും ചെയ്യുന്നതിന് കിട്ടുമോ പകരം ഒപ്പം നടക്കാൻ വേണ്ടിയിട്ട്? റൂമിലെല്ലാരും പോകുന്നുണ്ട്, അവര് വിളിക്കുന്നുണ്ട് ജിമ്മിന് പോകാന്. പക്ഷെ ഞാനൊക്കെ അതും കൂടെ ആയാലും ഇപ്പൊ എന്റെ ഷെഡ്യൂളൊക്കെ ആകെ ഇതാവും. ജിമ്മിന് പോകണ്ട, അതൊന്ന് ജിമ്മിന് പോകണ്ട, നോർമലോട്ട് വെച്ചിട്ടാ. നോർമലി നടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവര് ആ പുറത്തൊക്കെ പോണ നടക്കുന്ന ആ ടൈമിൽ അത് ഞാൻ നിങ്ങൾക്ക് അല്ലെങ്കിലും പോകണം. ഇറങ്ങും. ഞാൻ അല്ലെങ്കിലും ഇറങ്ങും. എന്നുവെച്ചാല് നിങ്ങൾക്കൊരു ട്രാക്ക്, ഒരു ഒരു എന്താ പറയാ, ഒരു അക്കൗണ്ടബിലിറ്റി ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിലേ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവും റിസൾട്ട് ഉം, കിട്ടാൻ. കാരണം ആ ഉം, സമയത്ത് നിങ്ങൾ ഉം, സിങ്ക് ആവാൻ വേണ്ടിയിട്ട് റെഡി ആയി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ആ ടയർഡ്നെസ് മാറുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഉം, ചടഞ്ഞിരിക്കും. ഇപ്പൊ കണ്ട, ഇപ്പൊ ഉം, നിങ്ങൾക്ക് ഉം. ഒരു അവസരം കിട്ടിയപ്പോൾ നിങ്ങൾ ഞാണ്ട് ഉറങ്ങി തീർത്തു, അവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. ഉം. അത് എല്ലാവരുടെ അവസ്ഥയാണ്. എന്റെ ഇപ്പൊ കൂടെയുള്ള ആൾ ജിമ്മിൽ പോയിട്ട്, അതാണ് എന്റെ കൂടെയുള്ള ആൾ ജിമ്മിൽ പോയി. അതാണ് ഇപ്പൊ അവരിപ്പോ 2 ദിവസമായിട്ടുള്ള തുടങ്ങിയിട്ട്. അപ്പൊ കഴിഞ്ഞ ആഴ്ച അതിനുള്ള ഒരു പ്രിപ്പറേഷൻ പോലെ ഞങ്ങൾ ഫുഡൊക്കെ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ ആ മെല്ലെ സെറ്റ് ആക്കി. അപ്പൊ അവൻ ഇപ്പൊ തുടങ്ങി. ഞാനിപ്പോ ഒന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കാൻ ഇറങ്ങണം. ആ ആ എന്നിട്ട് അങ്ങനെ മെല്ലെ മാറിയിട്ട് കയറാം എന്നുള്ളൊരു കണക്കൂട്ടിൽ ഞാൻ ഇട്ടത്. അതെ, കയറാന്നുണ്ട്, നോക്കട്ടെ. ഞാൻ വെറുതെ കാശുണ്ടായി കൊടുത്തിട്ട് ഞാൻ അവിടെ ഇരിക്കുന്നുള്ള, അതാണ്. കുറച്ച് ഫ്രീ ടൈം കിട്ടിയാൽ മതി എന്നുള്ളൊരു മൈൻഡായി. പിന്നെ അതാണ് അതാണ് നമ്മള് അതാണ്. ഈ ഏത് 10 നേരം ഈ മണിക്കൂർ ഫോണും പ്രഷറും ഇതെല്ലാം കൂടെ അതാണ്. കേറുമ്പോഴേ. കാരണം ഒന്നാമത്തെ 10 മണിക്കൂർ നിങ്ങൾ നല്ല രീതിയിൽ എഫേർട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് റൂമിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങളെ സമയത്തോളം വേറെ ഇനി ഒന്നും മൈൻഡിൽ കയറൂല. അതാണ് നമ്മള്, എനിക്ക് ഈ പറഞ്ഞ പോലെ ഒന്ന് റിലാക്സ് ആയിട്ടുള്ള ആ ഒരു മൈൻഡ് കിട്ടിയാൽ മതി എന്നുള്ളത്. അപ്പൊ അതാണ് പിന്നെ എനിക്ക് ചില നേരത്ത് ഇതേപോലെ അതാണ് ഈ പറഞ്ഞ പോലെ ഞാൻ ഫുഡിലേക്ക് തിരിയും. അതാണ് എനിക്ക് അതാണ് കുറച്ച് ഫുഡ് എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്. അതാണ് അതാണ് ഏതാണ് നമുക്ക് അതാണ് അല്ല, പിന്നെ അത് മാറാത്തൊരു നിങ്ങൾ ശീലം. നല്ലട്ടാ. ഏതൊരു വ്യക്തിക്കും സ്ട്രെസ് ഫോം ആവുന്ന സമയത്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ ഏരിയ ഉണ്ടാവും. ആ സാറ്റിസ്ഫാക്ഷൻ ഏരിയ നമ്മൾ ഏത് തെരഞ്ഞെടുക്കുന്നു എന്നതാണ് പ്രധാനം. ഓക്കെ, ഇപ്പൊ ജിമ്മിൽ പോകുന്ന മിക്ക ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചു നോക്ക് എന്തിനാണ് ഡ്രിങ്ക്സ് വരുന്നത്. ഉണ്ടായിരുന്നു മുന്നേ, അതൊക്കെ ഞാൻ മെല്ലെ ഒഴിവാക്കി. ആ ആ ആ ആ ഡ്രിങ്ക്സിന്റെ പരിപാടി ഉണ്ടായിരുന്നു, അതൊക്കെ പിന്നെ ഞാൻ ഉണ്ടായിരുന്നു. ആ നിർത്തിയതാണ്. ശരി ശരി ശരി. ആ ആ, ആ. ഇപ്പൊ ജിമ്മിൽ പോകുന്ന അപ്പൊ ആൾക്കാരും ഇടയ്ക്ക് പറയാ ചങ്ങായിമാരൊക്കെ മൈൻഡ് ആയിട്ട് ഒന്ന് ഇരിക്കുമ്പോ റെഡിയാക്കാൻ ഓരോരുത്തർ വേണ്ടിയിട്ടാണ് വരികയെന്ന്. ഓരോരല്ലേ. ഉം, അമൽ ബ്രോ, ഉം, ജിമ്മിൽ ഉം. പോകുന്ന ആൾക്കാരോട് നമ്മൾ വെറുതെ ഫീഡ്ബാക്ക് എടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ആ, ആ, മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് ആ, വരിക. ഇപ്പൊ ശരിക്കും ഞാനൊക്കെ ഉം, 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 രാവിലെ 5 മണിക്ക് 6 മണിക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം 7 മണി വരെ എൻഗേജ്ഡ് തന്നെയാണ്. ഞാൻ വീട്ടിലേക്ക് എത്തി ഉം, 7 മണിക്കാണ്. ഉം, ഉം, അപ്പോൾ അതുവരെയും ഉം. തിരക്ക് തന്നെയാണ്, പല കാര്യങ്ങളും ഫോണും കാര്യങ്ങളും ആ, പോകാനും ഇതാക്കാൻ. അപ്പോൾ ഞാൻ വൈകുന്നേരം പോകുന്ന ജിം തന്നെയാണ് സത്യത്തിൽ റിലാക്സ്. ഉം, ഉം, ഉം. ഓരോരുത്തർക്ക് ഓക്കെ. എങ്ങനെ നമ്മൾ അതിനെ ഡൈവേർട്ട് ചെയ്യുന്നു എന്നതിലാണ് കാര്യം, വേറെ ഒന്നുമില്ല. ഏഹ് അങ്ങനെ നോക്കട്ടെ, എങ്ങനെ റെഡിയാക്കണം എങ്ങനെ എന്തായാലും. ആ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ജിമ്മിന് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നേരെ വീട്ടിലേക്ക് വിളിക്കുക ആ സമയത്ത്. എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ വാക്ക് ഉം. ചെയ്തോളി. അപ്പൊ എത്ര മണിക്കൂർ നിങ്ങൾ വാക്ക് ചെയ്തു എന്നുള്ള സ്റ്റെപ്പ് നിങ്ങൾ കൗണ്ട് അതാണ് ഇപ്പൊ ചെയ്യണം. ചെയ്യാറ് ഞാൻ. ആ ആ, കൗണ്ട് ആ. ചെയ്യണം. എന്നിട്ട് പിന്നെ അത് മറ്റേ ഫോണിൽ ആപ്ലിക്കേഷൻ ഇട്ടിട്ട് കൗണ്ട് ഇടാറുണ്ട്, ഞാൻ എത്ര സെറ്റ് സ്റ്റെപ്പ്, ചെയ്യാറുണ്ടായിരുന്നു. എത്ര സ്റ്റെപ്പ് നിങ്ങൾ ഉം, ഓൾറെഡി ഡെയിലി നടക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് റിപ്പോർട്ട് തരണം. ഉം. ഉം, ഉം. പിന്നെ നിങ്ങൾ നോക്കട്ടെ, ഞാൻ സെറ്റ് ആക്കാം. നിങ്ങൾ ആ കലോറി ഉണ്ടല്ലോ അത് എനിക്ക് ഡെയിലി ഒന്ന് ഉം. ആ എക്സൽ ഷീറ്റിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവും. നോക്കട്ടെ, ഞാൻ റെഡിയാക്കാം. ഓക്കെ. പിന്നെ കേട്ടോ. വേറൊരു കാര്യം കൂടി ആ, ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ആ. ലൈവായിട്ട് സെഷനുകൾ കാണാൻ പറ്റാത്തത് കൊണ്ട് അതിന്റെ റെക്കോർഡ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു LMS പ്ലാറ്റ്ഫോമാണ്, ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇത് ഉം, നിങ്ങളൊന്ന് ഉം, ആക്സസ് ചെയ്യും. ഉം. ഇപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് അയച്ചിട്ടുണ്ട്. നിങ്ങളെ ഇമെയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ? എന്റെ ഈ 21 days ഉണ്ട്. 21 days.
നിങ്ങളെ മെയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആക്സസ് ഇതെന്താ ചെയ്യാം. സംഭവമാണ്? ഇത് നിലവിൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്നുള്ള ടിപ്സുകളാണ് ഇതിൽ പറയുന്നത്. ഇത് ലൈവായിട്ട് നടക്കുന്ന സെഷനുകൾ, ആഹാ. അതിന്റെ റെക്കോർഡാണ്. ഇത് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. കുറച്ചുകൂടി നിങ്ങളെ മൈൻഡിനെ ആ. ഒന്ന് കാമാക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഉം. നിങ്ങളെ മെയിൽ വെച്ചിട്ട് ഒന്ന് ആക്സസ് ചെയ്യും. ഇത് നമ്മൾ ഓക്കെ. അവിടെ മൊബൈൽ നമ്പറിന് പകരം അതിന്റെ തൊട്ടടുത്ത് മെയിൽ വെരിഫിക്കേഷൻ ഉണ്ട്. ഇതിൽ പേയ്മെന്റ് ഉണ്ടോ? 51 രൂപ. അത് 51. ആ ആ ആ ഒരു മിനിറ്റ്. ഇതെപ്പോഴാ ഇതിന്റെ ടൈമിങ് എങ്ങനെ? നിങ്ങൾക്ക് എപ്പോഴും കാണാം. എപ്പോഴും എപ്പോഴാണ് ഫ്രീ വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് നേരെ ആക്സസ് കൊടുത്തിട്ട് നേരെ ഓപ്പൺ ആക്കാം. ഞാൻ എൻ്റെ ഒരു ആപ്പും ഉണ്ട്. ആ ആപ്പ് ഞാൻ പറഞ്ഞുതരാം. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. അത് എന്തിനൊക്കെ ഉള്ളതാണ്? ഏഹ് അത് എന്തിനുള്ളതാ? അല്ല, ടാഗ് മാംഗോ എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾക്ക് അത് എപ്പോഴും ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടേ ആ 1 3 4 8 പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടാഗ് മാംഗോ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്പ് 1 3. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ റിക്വസ്റ്റ് ഫെയിൽഡ് ആണല്ലോ കാണിക്കുന്നത്. പേയ്മെന്റ് പോകുമ്പോ വെരിഫിക്കേഷൻ വന്നു. ആ പിന്നെ ബില്ലിംഗ് ഇൻഫർമേഷൻ നമ്പറും കൊടുത്തു. ഇത് പിന്നെ പേയ്മെന്റ് ഓപ്ഷനിലോട്ട് പോണില്ല. റിക്വസ്റ്റ് ഫെയിൽഡ് വിത്ത് സ്റ്റാറ്റസ് കോഡ് 400 എന്ന് കാണിക്കുന്നുണ്ട്. അതെ. അത് കൺട്രി മാറുന്നോണ്ട് എന്തെങ്കിലും ഉണ്ടോ? കൺട്രി മാറുന്ന സമയത്ത് വരും. കൺട്രി മാറ്റേണ്ടി വരും ആദ്യം. ഇത് അവിടുത്തെ അപ്ലിക്കേഷൻ. കൺട്രി നിങ്ങൾ മാറ്റേണ്ടി വരും. നോക്കട്ടെ, ഞാൻ അവിടുത്തെ നമ്പർ വെച്ച് ചെയ്യാൻ പറ്റും നോക്കട്ടെ. ആ അത് വൈഫിൻ്റെ ആയിരിക്കണം. അപ്പോ അതെ അതെ, ആ മൊബൈൽ നമ്പർ വെച്ചിട്ട് ഒന്ന് ചെയ്ത് ഞാൻ കഴിഞ്ഞാൽ ചെയ്തിട്ട് ഞാൻ പറയാം. പിന്നെ നിങ്ങൾക്ക് ഇമെയിലായിട്ട് ആക്സസ് ഉം. ചെയ്യാം. ഫസ്റ്റ് ആ ഇന്ത്യൻ നമ്പറാണ് ആവശ്യമുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഇമെയിലായിട്ട് ഉം, ആക്സസ് ഉം. ചെയ്യാം എപ്പോഴും. നിങ്ങൾ പ്ലേ സ്റ്റോർ, നിങ്ങൾ ആൻഡ്രോയിഡ് ആണ് ഉപയോഗിക്കുന്നത്, മറ്റാണോ ഉപയോഗിക്കുന്നത്? ഐഫോൺ ആണ്? ആൻഡ്രോയിഡ്. ആൻഡ്രോയിഡ് ആണ്. പ്ലേ സ്റ്റോറിൽ ആൻഡ്രോയിഡ് ആ ആൻഡ്രോയിഡ്. പ്ലേ സ്റ്റോറിൽ ടാഗ് ഉം. മാംഗോ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ടാഗ് മാംഗോ. ഓക്കെ. ഓക്കെ, അതൊന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. ശേഷം നിങ്ങളെ മെയില് ആ നിങ്ങൾക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള സമയത്ത് നേരെ മെയില് കൊടുത്തിട്ട് ആക്സസ് ചെയ്യാം. അപ്പോൾ ഇത് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഓരോ ലൈവ് സെഷൻ്റെയും റെക്കോർഡ് നിങ്ങൾക്ക് ഇതിലേക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ടോപ്പിക്കിൽ ഉള്ള കാര്യങ്ങളാണ്. മെയിൻലി കലോറി മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാം, എങ്ങനെ കലോറിനെ ട്രാക്ക് ചെയ്യാം, പിന്നെ മൈൻഡ് സെറ്റ് എങ്ങനെ റെഡിയാക്കുക, ഓരോ ടോപ്പിക്കിലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോച്ചസിന്റെ എക്സ്പെരിമെന്റ് ആണ് ആ കേട്ടോ. ഓക്കെ. കിട്ടി കിട്ടി. ടാഗ് മാംഗോ വർക്ക്ഷോപ്പ്. ആ ഇന്ത്യൻ നമ്പർ ആയിരിക്കും ചോദിക്കണ്ടാവുക അല്ലേ? ആ ഒരു മിനിറ്റ് നോക്കട്ടെ. ജസ്റ്റ് ഇൻസ്റ്റാൾ ആവണല്ലോ. വർക്ക്ഷോപ്പ് ആൻഡ് കോഴ്സസ് എന്ന് പറയുന്നതല്ലേ? അതെ അതെ അതെ. ആ
ഓക്കെ, ഞാൻ അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതിയാ. നിങ്ങൾ ചെയ്ത നിങ്ങളെ അതിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ എന്നോട് അറിയിക്കും. നിങ്ങളെ ഇന്ത്യൻ നമ്പർ വെച്ചിട്ട് ഒന്ന് ആ, ആക്സസ് ചെയ്ത് നോക്കി കേട്ടോ. അതൊന്നും ഞാൻ മെയിൽ ഐ ഡി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആയിക്കോട്ടെ. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ എവിടെയെങ്കിലും പോകലുണ്ടോ കറങ്ങാനൊക്കെ? വല്ലപ്പോഴും വീക്കെൻഡ്, അതെ. ആ ഉറപ്പില്ല. ആ ഓരോ ടൈമിന്റെ അനുസരിച്ചിരിക്കും. ആ ആ. ഞാൻ സത്യം പറഞ്ഞ ടൗണിൽ നിന്നൊക്കെ കണ്ട് മാറിയിട്ട് തിരക്കൊഴിഞ്ഞൊരു ഏരിയ ആണത്. അതെ. ആ ആ ആ. ആ, ഒരു 15 മിനിറ്റ് വാക്കിംഗ് ഉള്ളു അങ്ങോട്ട് ശരി കമ്പനിക്ക്. ശരി. ആ ആ ആ തിരിച്ചും അതേപോലെ. പിന്നെ ആ ഇവിടുന്ന് കമ്പനി വർക്കിന്റെ എന്തെങ്കിലും ആവശ്യം വന്നാൽ അത് ആ വെച്ച് ആ. പുറത്തു പോകുന്നേ ഉള്ളൂ. ശരി ശരി ശരി. ആ ആ. അപ്പൊ ഇവിടെ എടുക്കാനൊരു കാരണം അതായിരുന്നു. അതാണ് അടുക്കള മറ്റേ കാര്യം. തിരക്കിന്റെ ഇടയിൽ പോകണ്ടെന്നുള്ള ഒരു രക്ഷപ്പെടലായിരുന്നു. ശരി ശരി ശരി. ആ ആ. അപ്പോ ആ, ആ, എന്റെ അപ്ലിക്കേഷൻ ശരിയായിട്ടില്ല. ഇമെയിൽ വെരിഫിക്കേഷൻ എന്തോ ഇതായിട്ടില്ല. അതൊന്ന് ചെക്ക് ചെയ്യാണ്ട്. നമ്പർ ഞാൻ ഒന്നുകൂടെ കൊടുത്ത് നോക്കിയതിനു ശേഷം ഞാൻ പറയാം. ആയിക്കോട്ടെ. നിങ്ങൾ ഓപ്പൺ ആക്കിയിട്ട് പറ്റണം നോക്കി. ഓക്കെ. ആ പിന്നെ ഗൂഗിൾ മൈ ജിമിനി എന്ന് പറയുന്ന ആപ്പ് അറിയാം? ആ, ജെമിനി ഞാൻ വർക്കിൻ്റെതൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. കുറച്ച് ഉപയോഗിക്കുന്ന മെയിലും അതൊക്കെ അ- ചെയ്യാറുണ്ട്. അതിനായിട്ട് സംസാരിക്കും നിങ്ങൾ ഡെയിലി കഴിച്ച ഭക്ഷണവും ഉം, നിങ്ങൾ അതിനോട് ചോദിക്കും എത്ര കലോറി ആയി എത്ര ഫാറ്റ് ആയി ഉം. എന്നുള്ള കാര്യങ്ങൾ. ആ, അപ്പോൾ കറക്റ്റ് ഓക്കെ ഓക്കെ. നമുക്ക് പറഞ്ഞു അതിനെ പഠിപ്പിക്കണം നമ്മൾ. ആദ്യം നമ്മൾ അതിനൊരു ഉം, ട്രാക്ക് ഉം, ഉം. ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അനുസരിച്ച് നല്ലൊരു പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്യും. ഉം, ഉം, ഉം. ഏ, പിന്നെ ഓക്കെ. ആപ്സിലുള്ള കുറച്ച് വർക്കൗട്ടുകൾ നിങ്ങൾ ഈ വാക്കിനോട് കൂടെ ഉം, ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഉം. അത് ഞാൻ അതിൻ്റെ ഓക്കെ. റെക്കോർഡ് ഉം, വീഡിയോ ഉണ്ട്. അത് ഓൾറെഡി നമ്മളെ ഉം, ഇപ്പോൾ ഈ ആക്സസ് ടാഗ് മാംഗോൻ്റെ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ട്. അതിന് പുറമെയുള്ള രണ്ട് മൂന്ന് ഉം, സ്പെഷ്യൽ ആയിട്ടുള്ള അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും ചെയ്യും. ഉം, ഉം, ഉം. ഏ, ഞാൻ ഈ തണവ് കൂടിയതുകൊണ്ട് ആ വാട്ടർ തണവ് ഇൻടേക്ക് കുറയുന്നുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട്. ചൂടുവെള്ളം അത്ര ആക്കിക്കൂടെ? കാര്യമായിട്ട് പോയിട്ടുണ്ടാവില്ല. ആ, ചൂടുവെള്ളം എടുക്കുന്നുണ്ട്. ഞാൻ ആ മറ്റേ റൂമിലുണ്ട്. ആ ആ ആ ചൂടാകാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്, ചെയ്യുന്നുണ്ട്. ആ. പക്ഷെ അത് കുറവാണ് എന്നുള്ളൊരു ഇതുണ്ട്. ശരി ശരി. ആ ആ. മീൻസ് നിങ്ങളെ സമയത്തോളം 4.5 ലിറ്ററാണ് വെള്ളം വേണ്ടി. അത്രയൊന്നും പോകുന്നുണ്ടാവില്ല എൻ്റെ കയ്യില്. ഉണ്ടാവില്ല അല്ലേ? 2 ലിറ്ററിനും താഴെ ആയിരിക്കും. ആ ആ ആ ആ. വെള്ളത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അതൊന്ന് റെഡിയാക്കണം. ആ വാട്ടർ ഇൻടേക്ക്. ഈ ആ ക്ലൈമറ്റിന്റെ ഒരു ഉണ്ട്. ആ ആ. നോക്കട്ടെ, ജിമ്മ് പ്ലാനിലുണ്ട്. ഞാനൊരു ഒരാഴ്ച കൂടെ ഒന്ന് അങ്ങനെ മെല്ലെ പോട്ടെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ മെല്ലെ സെറ്റാക്കാൻ നോക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. കലോറിന് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കൗണ്ട് ചെയ്യും. ഉം, കലോറി കൗണ്ട് ചെയ്യും. ഞാൻ വർക്കൗട്ടിന്റെ വീഡിയോ അയച്ചിട്ടുണ്ട് കേട്ടോ. ബേസിക് ആയിട്ടുള്ള വർക്കൗട്ടിന്റെ വീഡിയോസ്, സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള. ഉം. ഉം. രാവിലെ 5 മണിക്കാണ് ഓക്കെ. ലൈവ് സെഷൻ ആയിട്ട് ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ റെക്കോർഡാണ്. ഉം, ഏഹ്. ഉം. ആ. രാവിലെ ഉറക്കം കളയാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. എന്നെ കൊണ്ട് തീരെ നടക്കൂല. ഞാൻ വൈകിട്ട് എത്ര വേണമെങ്കിലും ഇരിക്കും. എങ്ങനെ അതാണ്. വേണമെങ്കിലും ചെയ്യാറില്ല. അല്ല ഞാൻ ജസ്റ്റ് ഓർമ്മിച്ചാണ് എന്റെ ഇന്ത്യൻ ടൈം വർക്കൗട്ട് പ്രകാരം. വൈകിട്ടത്തെ പ്ലേന് നടക്കും. ഇന്ത്യൻ ടൈം പ്രകാരേ ഇവിടെ പ്രഭാതത്തിൽ എല്ലാരും ആ. നീക്കുമല്ലോ രാവിലെ. ഉം, ഉം. ഏഹ്. നിങ്ങളെ ഞാനാണെങ്കിൽ 8 അച്ഛനൊക്കെ മണിക്ക് ഓഫീസിൽ നിങ്ങളെ പോകണമെങ്കിൽ അച്ഛനൊക്കെ രാവിലെ നീക്കൂലേ? ഞാൻ കാലത്ത് 4:30 5 അല്ല, മണിയാകുമ്പോൾ അതാണ് പരിപാടികളോ. സത്യത്തില് നമ്മളെ കേരളത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയറിനനുസരിച്ച് ഉണ്ടാക്കിയ ഇതിന്റെ റെക്കോർഡ് അവൈലബിൾ ആണ്. ഒരു റൊട്ടീനിലേക്ക് വരണം. ഞാൻ പിന്നെ നോക്കട്ടെ. ഉം, ജിമ്മും കൂടെ എങ്ങനെയെങ്കിലും ചെയ്യണം എന്നുണ്ട്. എനിക്ക് വർക്കൗട്ട് ഒറ്റപ്പെടൽ ഫീൽ വേണമെന്നുണ്ട്. ചെയ്യണ്ട അമൽ ഞാൻ ബ്രോ? അതെന്ന് വെച്ചാൽ എന്താ ഈ പറയും, നമ്മുടെ ലൈഫ് ഇപ്പൊ അങ്ങനെയല്ലേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ എങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് എടുക്കും. അതെ. ആഹ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതൊരു പോയിന്റ് ആണത്. കാരണം കോണ്ടാക്ട്സ് ഒക്കെ കുറഞ്ഞു തുടങ്ങി. മീൻസ് ഈ സ്ട്രെസ്സിന്റെ ഓഫീസിലത്തെ പ്രശ്നം ഇതൊക്കെ കഴിഞ്ഞു വന്നല്ലേ. നമ്മള് ഒരു സ്ട്രെസ്സിന്റെ ഓൾറെഡി ഏറ്റവും വലിയ ഫോണിലാണ് മൊത്തത്തിൽ. ഒരു കഴിഞ്ഞിട്ട് സ്ട്രെസ്സിന്റെ പിന്നെയും വന്ന് ഫോണിലിരിക്കാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതാണ് അതാണ് അതാണ്
ശരിക്കും ഒരു ഈ സാധനമൊക്കെ ഉണ്ട് വലിച്ചെറിഞ്ഞിട്ട് അങ്ങോട്ട് അതെ അതെ ഒരു ഏകാന്തത അല്ലേ? കൂടെ കമ്പനിക്ക് ഒരു പയ്യൻ ഉണ്ട് ട്ടോ. അപ്പൊ അവൻ ഫസ്റ്റ് ടൈം വന്നതുകൊണ്ട് അവനെന്തോ കുറെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ ഇങ്ങനെ സ്റ്റക്ക് ആയി നിന്നപ്പോ അവൻ എന്റെ കൂടെ കൂടിയതാ. ആ ആ ആ ആ സത്യം പറഞ്ഞാൽ എനിക്ക് ഷെയറിങ്ങിൽ പോവാൻ താല്പര്യമാണ്. എന്റെ കൂർക്കമ്പലി വല്ലാത്ത പ്രശ്നമുണ്ട്, അത് എല്ലാവർക്കും പറ്റില്ല. അപ്പൊ പിന്നെ കഴിയുന്നത് ഞാൻ ഒറ്റയ്ക്ക് ഒഴിഞ്ഞു മാറും. ആ ആ അപ്പൊ അങ്ങനെയാണ് ഞാൻ മാറി മാറിയിട്ട് ഇങ്ങനത്തെ ഒഴിഞ്ഞൊരു ഇതിലേക്ക് എത്തി. എത്തിയത്. അപ്പൊ ഇതാകുമ്പോ എനിക്ക് സമാധാനമുണ്ട്, ബാക്കിയുള്ളവർ നമുക്ക് ആരുടെയും കാര്യം നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു മൈൻഡിലോട്ടായി. പിന്നെ വീക്കെൻഡ് ഇതേപോലെ ഫ്രണ്ട്സിനെയും കസിൻസിനൊക്കെ കിട്ടും, ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ട്. ഈ പറ്റുമെങ്കിലേ എൻ്റെ ഒരു അഭിപ്രായത്തിലാട്ടോ ഞാൻ ഇപ്പൊ ഞാൻ ജസ്റ്റ് നിരീക്ഷിച്ച സമയത്ത് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എൻഗേജ് ആവാനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. ഒരു എൻജോയ്മെന്റിന്റെ കുറച്ച് കാര്യങ്ങളും ചെറിയ ചെറിയ ക്ലബ്ബുകളോ അല്ലെങ്കിൽ ആൾക്കാർ ആ, മിങ്കിളാവുന്ന ചെറിയ അല്ല രീതിയിൽ അത് നോക്കിയപ്പോ പറ്റിയ ഒരു ഓപ്ഷൻ ജിം തന്നെയാണ്. ജിമ്മാണ്. അപ്പൊ വർക്കൗട്ടും നടക്കും, അതും നടക്കും. ആൾക്കാരായിട്ട് സംസാരിക്കുകയും അങ്ങനത്തെ ഒരു ചെയ്യാം. ഇതായിരുന്നു. ഉം. കാരണം കാരണം പിന്നെ ഫോണായിട്ടുള്ള വർക്കിന്റെ ജീവിതം എന്ന് പ്രഷർ പറഞ്ഞാലേ ഒഴിഞ്ഞ സമയമില്ല. ഫോണായിട്ടുള്ള ജീവിതം എന്ന് ഉം. പറഞ്ഞാലേ അത് നമ്മള് അത് വല്ലാത്തൊരവസ്ഥയാണ്. ഉം. ഉം. രണ്ട് ഫോണായിരിക്കണേ, ആ കമ്പനിയിൽ നിന്ന് ഇവിടുത്തെ അതാണ്. പേഴ്സണൽ വേറെ. അപ്പൊ ആ സംസാരം അവരായിട്ട് അപ്പൊ ഡീലിങ്ങും റോങ് ആയിട്ട് സംസാരിക്കാനും പറ്റൂല. എപ്പോഴും നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ഭയങ്കര കൺട്രോൾഡ് ആവും ചില ആ നേരത്ത്. ഇപ്പൊ ജോക്കറിനെ പോലെ ആയിരിക്കണം എന്ന് കഴിഞ്ഞ പറയും. ജോക്കറിന് എന്ത് സത്യം. വിഷമം ഉണ്ടെങ്കിലും ചിരിച്ചിരിക്കണം എന്നല്ലേ? അതേ അവസ്ഥയാണ്. ശരിയാണ്. അപ്പോൾ മൈൻഡിനെ കാമാക്കാൻ ഉം. വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മിംഗ്ലിങ് ആവശ്യമാണ്, ഷെയറിങ്. ഉം. അതിനിപ്പോ ആർക്കെ പെട്ടായി എല്ലാവരും ഓരോ വഴിക്കല്ലേ, നമുക്ക് അതിനൊക്കെ ഇതാക്കാനൊന്നും പറ്റില്ല. നോക്കട്ടെ, അതൊക്കെ സെറ്റ് ആക്കണം. അങ്ങനെ ഓരോ വഴിക്കായി കിടക്കുക. ആത്മീയതയിലൊക്കെ എന്താ അപ്പൊ പാട്? ജിമ്മന്നെ വർക്കൗട്ട് നല്ല തോന്നണം. ആത്മീയത ആത്മീയത ഏഹ് ആത്മീയത സ്പിരിച്വാലിറ്റി അതിനായിട്ട് അങ്ങനെ സമയം ചെലവാക്കാറൊന്നുമില്ല. എന്നാ ഇല്ല അത് മുഴുവനായിട്ട് അങ്ങനെ ഒഴിവാക്കാറുമില്ല. ഇല്ല. വീട്ടിലുള്ളപ്പോ അമ്മേനായിട്ടും റേറ്റിൽ പോണ ആ ഒരു ഇതേ ഉള്ളൂ. ആ ആ എന്നാ അങ്ങനെ മുഴുവനായിട്ട് ഒഴിവാക്കണ കൂട്ടത്തിലല്ല. ശരി ശരി. നമുക്ക് പിന്നെ അതിനായിട്ട് നിർബന്ധവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാറ്, അതിനായിട്ട് അങ്ങനെയല്ലേ? നിൽക്കേണ്ടി വരാറില്ല. അല്ല ഒരർത്ഥത്തിലേ ഒരു സ്പിരിച്വാലിറ്റി നമ്മുടെ ഒരർത്ഥത്തില് ഷെഡ്യൂളുകൾ നമുക്ക് തന്നെയാണ് നമ്മുടെ. നമുക്ക് ഉം. ഒരു എന്താ പറയാ ഒരു ഡിവോട്ടീവ് മൈൻഡ് കിട്ടും. ഉം. ഉം. നമ്മളെ ഈ സ്ട്രെസ് ഫോം ആവുന്ന സമയത്ത് നമുക്ക് ഓക്കെ. സറണ്ടർ ചെയ്യാൻ നമ്മളെ കേൾക്കാൻ ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നല് ഫീൽ ചെയ്യിക്കാൻ ചിലപ്പെങ്കിലും സഹായിക്കും. ഉം. 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 കാരണം ഓക്കെ. മനുഷ്യന്മാരോട് പറയുന്ന സമയത്തല്ലേ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാന് കേൾക്കാൻ ആളില്ലാത്തവർ, പിന്നെ അതേപോലെ കുറ്റങ്ങൾ പറയാനും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെക്കാനും, അതേസമയം ഇതൊന്നും ഇല്ലാത്ത അല്ലേ? ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടൊന്നുമില്ല, ആ അതിനുള്ള ടൈം കിട്ടിയിട്ടില്ല. ആ നമ്മള് പിന്നെ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ സിനിമയാണ്. ആ എന്തെങ്കിലുമൊക്കെ സിനിമയൊക്കെ പടമൊക്കെ കാണാന്നുള്ള ഒരു മൈൻഡിൽ നമ്മൾ അങ്ങനത്തെ ഒരു രീതിയിലോട്ട് പോകും. സിനിമയും ഫുഡും ഉം. അതൊക്കെയായിരുന്നു ഒരു വീക്ക്നെസ്. ശരി. വീക്ക്നെസ് അല്ല, ടൈം സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. അതാണ് വെയിറ്റ് ലോസിന് മൈൻഡിന് ഫിലിം ഭയങ്കര ഇഷ്ടമാണ്, അത് പ്രധാനട്ടാ. നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയിട്ട് അങ്ങനെ കാണും. ഉം. വെയിറ്റ് ലോസിന് ഫാറ്റ് ലോസിനൊക്കെ മൈൻഡിന് ഭയങ്കര ഉം. പ്രധാനമാണ്. ഉം. നമ്മൾ ഒരു കൾച്ചറിന്റെ കൂടെ ആവുമ്പോൾ ആ കൾച്ചറിന്റെ ഉം. ഭാഗമായി നമ്മൾ മാറും. സാധാരണ ഇതിൽ പറയാം നമ്മൾ ആരെ കൂടെയാണുള്ളത് അവരെ ഉം. ആവറേജ് ആയിരിക്കും നമ്മളൊന്ന്. നമ്മൾ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉം. ഫിറ്റ് ഉം. ആയിട്ടിരിക്കും. ഉം. നമ്മൾ കളുടിയന്മാരെ കൂടെയാണെങ്കിൽ നമ്മൾ കളുടിയനായി മാറും. ഉം. അങ്ങനെ. അപ്പൊ അങ്ങനെ ഒന്ന് മൈൻഡിനൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കും നിങ്ങൾ. ഒന്നുകൂടി ആക്റ്റീവിലേക്ക് വരും. ഉം. ബാക്കി വർക്ക് നോക്കട്ടെ, റെഡിയാക്കണം. നടക്കട്ടെ. വർക്ക് ഇപ്പൊ നമ്മളായിട്ട് മാറ്റാൻ പറ്റൂല. വർക്ക് 10 മണിക്കൂർ നടക്കേണ്ടി വരും. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അതിലൂടെ നിങ്ങളെ ഹാപ്പിനെസ്സിനെ കണ്ടെത്തണം. പെട്ടെന്ന് തളർന്നു പോകരുത്. ഞാനിപ്പോ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന പോയിന്റ് ആണ്. കാരണം ഇപ്പൊ ഒന്ന് ആ കാര്യമായിട്ട് പണിതല്ല, നമ്മൾ പണിയെടുത്തതിന് എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ലേ. അതാണ്. പിന്നെ കുറച്ച് ബാധ്യതകളുണ്ടായിരുന്ന ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ സെറ്റിൽ ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. ആ ആ ആ ആ അപ്പോ
ഫാമിലി ഇവിടെ ഇല്ലാത്തതിന്റെ ഇതുണ്ട്. അതാണ്. അവരവിടെ നിൽക്കുന്നതിന്റെ ആ. പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ കുട്ടിക്ക് എത്രയായി? കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയാണ്. കുട്ടിക്ക് ഇപ്പൊ മാർച്ച് ആകുമ്പോൾ 1 വയസ്സ്. 1 വയസ്സായി. അപ്പൊ അമൽ ബ്രോ അവിടുന്ന് അപ്പൊ വന്നിട്ട് ഞാന് ഇപ്പൊ എത്രയായി? അവന് 3 മാസം ആകുമ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇങ്ങോട്ട് വന്നത്? ശരി ശരി. 3-ാം മാസത്തിലുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറുന്നത്. വന്നത്. ഇവിടെ ജൂൺ പകുതിക്കാണ്ടാണ് ജോയിൻ ചെയ്തത്. ആ ആ ആ ആ. അങ്ങനെ. അപ്പൊ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് റെഡിയാക്കിയിട്ട് വേണം അവരെ അങ്ങോട്ട് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ. നോക്കാൻ. ശരി ശരി. അപ്പോ ഇത് ഏതുവരെ പോകുന്നു അത് ഏതുവരെ എത്തുന്നുള്ളതൊന്നും ഒരു പിടുത്തമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പോക്ക്. അല്ല, അപ്പൊ എന്തായാലും അതിങ്ങനെ ബാലൻസ് ചെയ്ത് പിടിക്കാനുള്ള ഒരു പിടുത്തം. അതൊക്കെ എളുപ്പത്തിൽ നടക്കും, നിങ്ങൾ പേടിക്കണ്ട. ഉം. ഏഹ് ഈ ഉം. കോഴിമുട്ടകൾ കഴിച്ചോളൂ അങ്ങനെ. കേട്ടോ. എഗ്ഗ് നിങ്ങൾ കഴിച്ചോളി. മാക്സിമം നിങ്ങൾ എഗ്ഗിന്റെ ഉം. യെല്ലോ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻടേക്ക് ചെയ്തോളി, അല്ലെങ്കിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അത് കുറച്ച് ഫാറ്റ് കൂടുതലാണ്. ഉം. ഉം. വർക്കൗട്ട് ഉം. ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ കഴിക്കുകയും ചെയ്യാം. ഉം. ഉം. പിന്നെ നിങ്ങൾ ഒരാഴ്ചയിൽ 1 കിലോനെങ്കിലും ഓക്കെ. വെയിറ്റ് കുറയുന്ന രീതിയിലേക്ക് ഫോക്കസ് ചെയ്യണം. ഇറ്റ് ഈസ് മൈ റിക്വസ്റ്റ്. നിങ്ങൾ എന്താ അടിക്കാണെങ്കിൽ ഞാനതിങ്ങനെ കുറഞ്ഞു വന്നത് ഇങ്ങനെ മുകളിലേക്ക് കയറിയതിരിക്കും വണ്ടറായി. ഞാനത് ആഹാ. പ്രതീക്ഷിച്ചില്ല. ചില സമയത്ത് ഉണ്ടാവും, പക്ഷെ എങ്കിൽ തന്നെ ഇഞ്ചസിൽ വ്യത്യാസം വന്നിട്ടാ നോക്കിയാൽ മതി. ഇപ്പൊ നിങ്ങൾ വേസ്റ്റ് ലൈനും നോക്കണം. വേസ്റ്റ് ലൈന് എത്രയെന്ന് നിങ്ങൾ നോക്കണം. 80 സെന്റിമീറ്റർ ആണ് ശരിക്കും വേസ്റ്റ് ലൈന് വേണ്ടിയത്. ഏഹ് അപ്പോൾ എത്ര ഉം. സെന്റിമീറ്റർ ഉം. ആണുള്ളത്, ജസ്റ്റ് ടാപ്പ് അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ? നോക്കട്ടെ, സെറ്റ് ആക്കണം. ആ. വരുന്നുണ്ട്. എത്ര സെന്റിമീറ്റർ ആണ് നിങ്ങളെ അബ്ഡമിൻ ഉള്ളതെന്ന് നോക്കുക. അടുത്തത് നിങ്ങളെ കലോറിനെ ഉം. ഒന്ന് നിങ്ങൾ ട്രാക്ക് ചെയ്യുക. 1200-ലേക്ക് ഉം. ഡെയിലി കുറയുന്ന രീതിയിലേക്ക് നിങ്ങളെ കലോറിനെ കൊണ്ടുവരണം. പിന്നെ ഒരു ഡൗട്ട്, അതുപോലെ എ ഷേക്ക് മറ്റേ നമ്മുടെ ഷേക്ക് എടുക്കുന്നതിടെ ഉം, ആ വീഡിയോ എന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. എനിക്ക് അതിന്റെ വീഡിയോ ഒന്നും അത് ഇതിലുണ്ട്. നമ്മുടെ ഫോർമുല 1 മൂന്നെണ്ണം അല്ലേ? ഫോർമുല 1 അതും 3. എഴുതിയിട്ടുള്ള ഒരു പ്രകാരം കിടന്നു. 3 ഫോർമുല 1 ഫോർമുലയും 3, 2 2 ഷേക്ക് ഷേക്ക് മേറ്റും മേറ്റ്, 1 പ്രോട്ടീനും. 1 പ്രോട്ടീൻ. ഒരു പ്രോട്ടീൻ. നിങ്ങൾക്ക് വിശപ്പ് അതിന് ഞാൻ കൂടുന്നുണ്ടെങ്കിൽ 2 പ്രോട്ടീൻ ആക്കുക. വിശപ്പ് കൂടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തിന്നാൻ നിങ്ങൾക്ക് ക്രേവിങ് തോന്നുന്നുണ്ടെങ്കിൽ 2 പ്രോട്ടീൻ കാലത്തെ ആക്കുക. കുഴപ്പമില്ല. ഞാൻ മീൻസ് ഇപ്പൊ ഷേക്ക് ഇപ്പൊ കാലത്ത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. വൈകിട്ട് ഞാൻ എടുത്തിട്ടില്ല. ആ വൈകിട്ട് മറ്റേ ഫുഡിൽ എന്തെങ്കിലും തീർക്കാറാണ്. അപ്പൊ അത് ആ രണ്ടും കൂടി ആവണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ഇതാക്കിയില്ല. ശരി ശരി ശരി. ഞാൻ എന്ത് ചെയ്യേണ്ടത്? വൈകിട്ടത്തത് മൊത്തമായിട്ട് ഒഴിവാക്കിയിട്ട് ചെയ്യണതോ എങ്ങനെയാ അത് ചെയ്യാൻ ഇതാക്കേണ്ടത്? നിങ്ങൾക്ക് എങ്ങനെയാണ് വൈകിട്ട് ഷേക്ക് എടുക്കണോ? വൈകിട്ട് കൂടി ഷെയ്ക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഫാസ്റ്റസ്റ്റ് ആയ റിസൾട്ട് കിട്ടും. ഇനി അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഉം. നിങ്ങൾക്ക് നോർമൽ ഫുഡ് ആക്കാം, ഉച്ചക്ക് നിങ്ങൾക്ക് ഷെയ്ക്ക് ആക്കാം, രാവിലെയും ഉച്ചക്കും അങ്ങനെയും ആക്കാം. കാലത്തും ഉച്ചയ്ക്കും ഷേക്ക് ആ വേണ്ട. ഞാൻ വൈകിട്ടത്തേക്ക് എങ്ങനെയും ഷേക്ക് ആക്കാൻ നോക്കാം. ആയിക്കോട്ടെ, അതും ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ പോലെ ചെറുതായിട്ട് എന്തെങ്കിലും ഇടനേരത്ത് കഴിക്കുന്നോണ്ട് ഒരു ഇത് ഒരു വരും. കുഴപ്പമില്ല. നിങ്ങൾക്ക് രാത്രിക്ക് എന്തെങ്കിലും ഇടനേരത്ത് കഴിക്കുന്നത് ഹെൽത്തി സ്നാക്സുകൾ ആയാൽ മതി. ഉദാഹരണം നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ എഗ് ആയാലും കുഴപ്പമില്ല, റോബസ്റ്റ് പഴം കിട്ടണമെങ്കിൽ കുഴപ്പമില്ല. കാരണം നേന്ത്രപ്പഴം വെയിറ്റ് ഉം. കൂട്ടും. റോബസ്റ്റ് പഴം, പിന്നെ അതേപോലെ നമ്മളെ ആ ആ കുക്കുംബർ കിട്ടുമെങ്കിൽ നിങ്ങൾ ധാരാളമായിട്ട് ഇൻടേക്ക് ചെയ്തോളൂ. ആ ആ ആ ആ കുക്കുമ്പറാണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടല്ലേ? അതെ അതെ, കുക്കുംബർ വാട്ടർ കണ്ടന്റ് കൂടുതലല്ലേ. പിന്നെ കോണില്ല, സിൽക്കിന്റെ കോണ്, മറ്റേ അത് കിട്ടാൻ കുഴപ്പമില്ല. സിൽക്കോൺ എന്ന് പറഞ്ഞാല് നമ്മളെ കോണില്ലേ, പോപ്കോണിന്റെ കോണ്, എന്തത്? പോപ്കോണിന്റെ ആ സ്വീറ്റ് കോൺ. ഓക്കെ ഓക്കെ. സ്വീറ്റ് കോണും കിട്ടും, നോർമൽ കോണും കിട്ടും. അത് ആ അത് പറ്റുമെങ്കിൽ അത് മറ്റേ അത് ഈ ടിൻ ഫുഡ് പറ്റും. അത് ടിന്നിൽ വരുന്നത് കണ്ടു ഇപ്പൊ അടുത്ത്. ഉണ്ടോ? കാരണം അത് വരുമ്പോൾ ജസ്റ്റ് സാലഡിൽ മിക്സ് ചെയ്തിട്ട് ട്രൈ ചെയ്യാറില്ല. അത് ഇത് അടിപൊളിയാണ്. നല്ലതാണോ? കുഴപ്പമില്ല, പക്ഷെ അതൊക്കെ അത്രയും സമയം നിൽക്കാൻ ഏ? വേണ്ടിയിട്ടുള്ള കുഴപ്പമില്ല. കഴിച്ചോളൂ, ഒന്നും കിട്ടാനില്ലെങ്കിൽ പിന്നെ അത് കഴിച്ചോളൂ. ആ, ഇത് ഞാൻ ജസ്റ്റ് സാലഡിൽ ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടിട്ട് മേടിച്ച് വെച്ചതായിരുന്നു. മേടിച്ചു. ഓക്കെ, എന്നാ പിന്നെ എനിക്ക് കുഴപ്പമില്ല, ഈ അത് സ്വീറ്റ് കഴിച്ചോളൂ. കോൺ നല്ല ഇഷ്ടമാണ്. എന്നാ അത് കഴിച്ചോളൂ. ഞാൻ അല്ലാതെയും കഴിക്കാറുണ്ട് അത്. അത് കഴിച്ചോളൂ. ആ അപ്പൊ അത് മറ്റേ സാലഡിൽ മിക്സ് ചെയ്യുമ്പോൾ ആ കുറച്ചുകൂടി നല്ലൊരു ഇത് തോന്നാറുണ്ട്. അപ്പൊ അതിൽ കൂടെ 1-2 മുട്ട ആഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതെ. അതാ ഞാൻ വൈകിട്ടത്തെ ചെയ്യാറ്. വൈകിട്ട് ഞാൻ ഷേക്ക് എടുത്തിട്ടില്ല.
ഓക്കെ. എഗ് അപ്പൊ എഗ് ഞാന് ജിമ്മും എഗ് കൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷേക്ക് എടുക്കാനുള്ള പരിപാടി നോക്കാം. എഗ് നിങ്ങൾക്ക് എത്രയും അതെനിക്കറിയില്ല. കഴിക്കാട്ടോ. എഗ് നിങ്ങൾക്ക് എത്രയും കഴിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ആ നമ്മൾ ആ എഗ് ഫുള്ളായിട്ട് നമുക്ക് കഴിക്കാം. ഉം അതേസമയം വർക്കൗട്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ ഫാറ്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അത് ഗുഡ് ഫാറ്റ് ആണ്. ബട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് ഡെപ്പോസിറ്റ് ആയിട്ട് ഉം നമുക്ക് കെട്ട ഫാറ്റായി മാറും. അപ്പോൾ വെയിറ്റ് കൂടും. ഉം. ഓൾറെഡി ഫാറ്റ് ഡംപ് നോക്കട്ടെ. അപ്പൊ ചെയ്തുകൊണ്ടാണല്ലോ. ഞാൻ എന്തായാലും ഷെഡ്യൂൾ ഒന്നുകൂടെ നല്ലപോലെ ആക്കി പിടിച്ചിട്ട് ആ, പറയാം. ഓക്കെ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കും. സ്വീറ്റ്സിന്റെ ഇടയ്ക്ക് ഒരു ഇത് ഉണ്ടാകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ആ കുറച്ച് ഡേറ്റ്സ് അതെ അതെ. വെക്കാം. ഡേറ്റ്സ് കുഴപ്പമില്ലല്ലോ. ഡേറ്റ്സ് കുഴപ്പമില്ല. ഡേറ്റ്സിന്റെ നമ്മള് മധുരം. ആ ഇല്ല, ഡേറ്റ് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ വർക്കൗട്ട് നമ്മള് വെയിറ്റ് ലോസ് നമുക്ക് സ്റ്റക്ക് ആവും ഡേറ്റ് കഴിക്കുമ്പോൾ. കലോറി കൂടുതലാണ് ഡേറ്റിന്. ഡേറ്റ്സിനാ. ഡേറ്റ്സിന് സാധനം ഓക്കെയാണ്. പക്ഷെ നിങ്ങൾക്ക് ആ ഒന്ന് ആഹാ. ഒന്ന് രണ്ടെണ്ണം മാക്സിമം കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളുടെ കൂടുതലാകുമ്പോൾ അത് വെയിറ്റ് അവിടെ നമുക്ക് കൂടുകയോ അല്ലെങ്കിൽ സ്റ്റക്കായി നിൽക്കുകയോ ചെയ്യും. ആ ആ ആ ഓക്കെ. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇപ്പൊ ഓക്കെ. മൊത്തത്തിലൊരു നിങ്ങൾ വെയിറ്റ് ലോസ് മുന്നേ അതൊന്നും കേട്ടോ, ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് ആ പറയാം. ഒരു നിങ്ങൾ മുന്നേ 5.5 കിലോനൊട്ട് അടുത്ത് ഉം. കുറച്ചില്ലേ? ഉണ്ട്. ഞാൻ 99 അങ്ങോട്ടൊക്കെ ആ എത്തിയതായിരുന്നു. അതാണ്. കോൺഫിഡന്റ് ഉണ്ടല്ലോ, ആ ആ കോൺഫിഡന്റ് വിട്ടില്ലല്ലോ. മൈ ഇല്ല, നമ്മുടെ ഈ ടൈമിങ്ങിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും അതൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ളതില്ല. കുഴപ്പമില്ല, അത് വേണ്ടിയാവും. കാരണം ഞാൻ മറ്റേ ഫുഡൊക്കെ ഒഴിവാക്കുമ്പോ തന്നെ മാക്സിമം അതൊരു മാറും. ഓക്കെ. എന്തായാലും റിസൾട്ട് അപ്പൊ എടുക്കൂലേ? ഞാൻ ഇടയ്ക്കൊന്ന് ഈ പറഞ്ഞ പോലെ ആ ഉം. എടുക്കണം. ഞാൻ എടുക്കും. അടുത്തൊരു ഉള്ളിൽ എന്തായാലും മാറണം. നമ്മളൊരു വെയിറ്റ് ഇപ്പൊ ലോസ് ന്യൂ ഇയറിന് ചലഞ്ച്. വെക്കണ്ട, അതിന് മുന്നേ തുടങ്ങാന്നുള്ളൊരു കണക്കൂട്ടലിൽ മെല്ലെ അറേഞ്ച് ആ ചെയ്ത് വന്നതാണ്. അതാണ്. അപ്പൊ അപ്പൊ ഇനി അടുത്തൊന്നും കൂടെ സ്ട്രിക്റ്റ് ആയിട്ട് പിടിക്കണം. ഉം. ശാബ. എന്തായാലും നടക്കും മൻബ്രോ, നടക്കും. ഓക്കെ. ഓക്കെ. അപ്പൊ ശരി, നടക്കട്ടെ. ഞാൻ വിളിക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇത് എനിക്കൊന്ന് നോക്കിയിട്ട് പറയട്ടാ. ആ ടാഗ് മാങ്കോന്റെ ആ ആക്സസ് ആ കിട്ടിയാലോ ഒന്ന് ശരി പറയും. ശരി. ശരി bro. ഓക്കെ.